രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. നിന്നെ അങ്ങനെ വിളിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ എന്നെ എന്തിനാ? ഓ, ഇവളെ കൊണ്ട്. എല്ലാവരും കൂടി ഒരു മുറിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഐഷു അച്ചു ഒരു മുറിയും ബാക്കിയുള്ളവർ ഓരോ മുറിയും എടുത്തു. അഹു ഐതുമ്മയുടെ കൂടെ കൂടി. ഇപ്പോ എല്ലാവരും ഗീതുവിന്റെ മുറിയിലിരിക്കുമ്പോഴാണ് ഐഷുവിന്റെ സംസാരം. എന്താ അച്ചു, ഇപ്പൊ വന്നപ്പോ തുടങ്ങിയാണല്ലോ, എന്താ ഉള്ള പ്രശ്നം? ഗീതു: ഒന്നും പറയണ്ട. അഹുവിന്റെ പെട്ടിയിൽ എടുത്തു വെച്ചതിന് അവൾ എന്നെയോ ഐശുവിനെ താങ്ക് യു വെട്ടത്തിലെന്ന് വിളിച്ചു. അപ്പം മുതൽ തുടങ്ങിയതാ, ഇതുവരെ അത് വിട്ടിട്ടില്ല ഈ കുരുപ്പ്. എടി എന്നാലും ഐഷു ഒന്ന് നിർത്തി. മറിയാമ്മ ടെറർ ആയത് ഐഷു നടങ്ങി. മക്കളെ വേഗം താഴേക്ക് വാ. വൈദ്യമ്മ വന്ന് വിളിച്ചതും എല്ലാവരും താഴേക്ക് പോയി. ചായയും എന്തോ സ്നാക്സും കൊണ്ടുവന്നിരിക്കുകയാണ്. സമൂസ? ഐഷു കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു. ഐഷുവിന് സമൂസ എന്ന് പറഞ്ഞ ജീവനാ. വീട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഇത് കഴിക്കാൻ പറ്റിയിട്ടില്ല. വൈദ്യമ്മക്ക് അത് അറിയാവുന്നതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കി. എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദക്ഷിൺ ധ്രുവും വരുന്നത്. ആഹാ, മക്കള് വാ. വൈദ്യ വിളിച്ചത്. രണ്ടുപേരും അകത്തേക്ക് കയറിയിരുന്നു. ധ്രുവ് ഇവരേക്ക് ഇറക്കി വിട്ടിട്ട് നേരെ ദക്ഷിന്റെ അടുത്തേക്ക് പോയിരുന്നു. ദശ് അച്ചുവിന്റെ അടുത്തിരുന്നത് അച്ചുവിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ധ്രുവ് ഇടക്കിടെ ഐശുവിനെ നോക്കുന്നുണ്ടെങ്കിലും ഐശുവിനെ ഏത് ഭാഗത്താണെന്ന് പോലും നോക്കാൻ പോയില്ല. അപ്പോഴാണ് ഐശുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഐശു അതെടുത്ത് കുറച്ച് മാറിയിരുന്നു. ആ അമ്മ. മോളെ, മുത്തുവിന് സുഖമില്ലെന്ന്, നിന്നെ ഒന്ന് കാണണമെന്നാ പറയുന്നേ. അയ്യോ, മുത്തുവിന് എന്തു പറ്റി? ഐശുവിന്റെ സംസാരം കേട്ടു എല്ലാവരും അവളെ ശ്രദ്ധിച്ചു. ആണോ? ഞാനെന്നാ വേഗം വരാം. ഇല്ലമ്മ, ശനിയാഴ്ച ഇന്ന് ഹൽദി. ഇന്നിറങ്ങിയ നാളെ രാവിലെ എത്തുമല്ലോ. മുത്തുവിനെ കണ്ട് വ്യാഴാഴ്ച തിരിച്ചു പോരാ. ആ, ട്രെയിനിൽ വരാമ്മ. ഓക്കെ, ഞാൻ ഇറങ്ങുമ്പോ വിളിക്കാം. എന്താ മോളെ? വൈദു ഐശുവിനോട് ചോദിച്ചു. അത് വൈദു, മുത്തുവിന് തീരെ സുഖമില്ലെന്ന്. അപ്പൊ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്നെ കാണണമെന്നാ പറയുന്നേ. ഇന്ന് വൈകുന്നേരം ഇറങ്ങാന്ന് വിചാരിച്ചു ഞാൻ. ആ, അത് മതി മോളെ. മോളൊന്ന് ബാഗ് പാക്ക് വേഗം. ചെറിയ ബാഗ് എടുത്താ മതി. അവിടം വരെ ഒറ്റയ്ക്ക് ഇതും തൂക്കി പിടിച്ചിരിക്കണ്ടേ. 1-2 ഡ്രസ് വെച്ചു. പിന്നെ അമ്മ കുറച്ച് കൂടുതൽ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും വെച്ച് തരാം. ട്രെയിനിലിരിക്കുമ്പോ കഴിക്കാലോ. അവൾ തലയാട്ടിക്കൊണ്ട് വേഗം മുകളിലേക്ക് കയറി. മോനെ. ദക്ഷിണെ നോക്കി വൈദ്യു വിളിച്ചത്. ദശ് വൈദ്യുവിനെ നോക്കി. ഏട്ടന്റെ നമ്പർ എന്റെ കയ്യില്ല മോനെ, മോനൊന്ന് വിളിക്കാവോ? ദശ് അലോകിനെ വിളിച്ചു കൊടുത്തത്. അലോകിനോടെല്ലാം പറഞ്ഞു. ഐഷു പോകുന്ന കാര്യവും പറഞ്ഞു. അവിടെ നിന്ന് സമ്മതം അറിയിച്ചു. ഐഷു ഒരു ബാഗ് എടുത്തിറങ്ങിയത്. ഐഷു, ഗീതു, മറിയാമ്മ, അഹു എല്ലാവരും കൂടി അവളെ കെട്ടിപ്പിടിച്ചു. പോയിട്ട് പോ, ഒന്നും ഉണ്ടാവില്ല. ഐഷു നേരെ വൈദ്യു അമ്മയെ കെട്ടിപ്പിടിച്ചു പോയി. അവിടെ എത്തുമ്പോ വിളിക്കണം കേട്ടോ. ശരിയെന്ന്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാക്കി തരാം. വായന ധ്രുവ് പറഞ്ഞത്. അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം മുഴുവനും അവന്റെ ഒറ്റ ഡയലോഗിൽ അലിഞ്ഞുപോയി. ഐഷു ദയനീയമായി അച്ചുവിനെ നോക്കി. ആടാ, അതാ നല്ലത്. ഒറ്റക്ക് നീ അവിടെ വരെ പോകണ്ടല്ലോ. കൂടെ വൈദ്യുവമ്മ സപ്പോർട്ട് ചെയ്തു. ഐഷുവിന് പിന്നെ ഒന്നും എതിർക്കാൻ സാധിച്ചില്ല. അവൾ രണ്ടും കൽപ്പിച്ച് അവന്റെ കാറിൽ കയറിയതു. ധ്രുവ് അവരെ നോക്കി കാറെടുത്തു. എല്ലാവരും അവർ പോകുന്നത് നോക്കി നിന്നു. എല്ലാവരും അവരവരുടെ വഴിക്ക് പിഴിഞ്ഞു പോയത്. അച്ഛൻ നേരെ മുകളിലേക്ക് കയറാൻ നിന്നത് ദശ വിളിച്ചു. അഹി. പിടിച്ചു കെട്ടിയതുപോലെ അച്ഛൻ നിന്നുപോയി. ആ, നൈറ്റ് ഞാൻ വരും. അവളുടെ അടുത്തേക്ക് ചെവിയോട് ചേർന്ന് വന്നു തന്റെ ചുണ്ടുകൾ കൊണ്ടൊന്ന് മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ ചുണ്ടിന്റെ തണുപ്പറഞ്ഞത് അവളൊന്ന് വിറച്ചുപോയി. അവളൊന്ന് മൂടിപ്പോയി. അമ്മ, ഞാൻ പോവാ. അവൻ യാത്ര പറഞ്ഞു കാറിൽ കയറിപ്പോയി. അച്ചു ദശ പോയിട്ട് അനക്കമൊന്നുമില്ലാതെ ഇരിക്കുന്ന അച്ചുവിനെ നോക്കി വൈദ്യു വിളിച്ചു. അച്ചു, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുവാ? ഏയ്, ഞാനൊന്നുമില്ലമ്മേ. കാറിൽ കയറിയത് മുതൽ ഐഷു ധ്രുവ് മൗനത്തിലാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതേയില്ല. ഐഷു പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. ധ്രുവ് ഡ്രൈവിംഗിൽ. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കാറ് മുന്നോട്ട് പോയത് ഐഷുവിൽ സംശയം നിറഞ്ഞു. എന്റെ മുരുക, ഇങ്ങനെ തന്നെ എങ്ങോട്ട് കൊണ്ടുപോവുക? ഐഷുവിനെയും കൊണ്ട് ധ്രുവ് നേരെ പോയത് എയർപോർട്ടിലേക്കാണ്. അവിടെ ചെന്നു ഐഷു കണ്ണുകൾ വിളിച്ചു നിന്നു. എന്താ? ഒന്നുമില്ല എന്റെ മുരുക.
ഇതെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നാട്ടിലേക്ക് പോവാൻ. അവരിൽ നിന്നും മറുപടി വന്നത്. അവൾ സംശയിച്ചു. 2 മണിക്കൂർ കൊണ്ട് നിന്റെ നാട്ടിലെത്തും. എത്തിക്കഴിഞ്ഞ് എന്നെ വിളിച്ചോളാം കേട്ടോ. അപ്പൊ പിന്നെ എന്റെ പട്ടി വിളിക്കും. ഇയാൾ ആരാ? ഞാൻ എത്തിയെന്ന് വിളിച്ചു പറയാം. ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ബാഗ് വലിച്ചെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഐഷു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. എന്റെ മുരുക, ഇവിടെ ഇനി എങ്ങനെയാണോ ആവോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ടുമാണ്. ട്രെയിനാണെങ്കിൽ ലിസ്റ്റ് നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ഇവിടെ എങ്ങനെയാ? തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സെക്യൂരിറ്റിയെ കണ്ടത് ഐഷു ഒന്നും കൂടി ഭയന്നു. പിന്നെ അവിടെ കണ്ടൊരു മലയാളി സ്റ്റാഫിനെ ഐഷു കണ്ടുപിടിച്ച് ചോദിച്ചു. അവർ തന്നെയാണ് എല്ലാം എടുത്തു കൊടുത്തത്, പറഞ്ഞും കൊടുത്തത്. അനൗൺസ്മെന്റ് വരുമ്പോ വിളിക്കാം, അപ്പൊ വന്നാ മതി എന്നും പറഞ്ഞു. അനൗൺസ്മെന്റ് വന്നത്. അച്ച് ഫ്ലൈറ്റിലേക്ക് കയറി. ആദ്യമായിട്ടാണ് കയറുന്നത്. അതിന്റെ എല്ലാ ഭയവും അവൾക്കുണ്ടായിരുന്നു. എന്റെ മുരുക, കാത്തോളിനെ. 3 സീറ്റുകളുള്ളതിന് വിൻഡോ സീറ്റാണ് ഐശ്വര്യ ധ്രുവ് ബുക്ക് ചെയ്തു. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. ഐശ്വര്യന്റെ ഭാഗ്യം കൊണ്ടാണോ എന്തോ അവളുടെ സീറ്റ് വേറെ ആരുമില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഐഷു കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. മുകളിലേക്ക് ഉയർത്തുന്നതിനനുസരിച്ച് ഐഷുവിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നുമില്ലെന്നറിഞ്ഞത് ഐഷു കണ്ണുകൾ തുറന്നു. ഇപ്പൊ ഫ്ലൈറ്റ് മോഡിലാണ് പോകുന്നത്. ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി ആകാശത്തെ മേഘങ്ങൾ വെളുത്ത പുക പോലെ കണ്ടു. ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നതിന്റെ ത്രില്ലിലായിരുന്നു ഐഷു. കണ്ണുകൾ മിഴിച്ച് അവളെല്ലാം നോക്കിയിരുന്നു. സന്ധ്യയായതിന് പക്ഷികൾ വരി വരിയായി പറന്നു കൂട്ടിലേക്ക് പോകുന്ന കാഴ്ച അവൾ കൺകുളർക്കെ കണ്ടു. ചിലതൊക്കെ അവൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ആദ്യത്തെ യാത്രയല്ലേ. ഫ്ലൈറ്റിൽ നിന്ന് ഒരു സെൽഫി എടുത്ത് വാട്സപ്പിൽ ഇൻസ്റ്റയിൽ ഓൾ സ്റ്റോറി ഇട്ടു. മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന ക്യാപ്ഷനോടെ. 8 മണിയോടെ ഐഷു കേരളത്തിലെത്തി. 2 മണിക്കൂർ കൊണ്ട് അച്ഛന്റെ വീട്ടിലേക്ക് എത്തി. എത്തിയ ഉടനെ തന്നെ ഐഷ് വൈദുവിനെയും ഗീതുവിനെയും വിളിച്ചു പറഞ്ഞു. ധ്രുവിനെ മനഃപൂർവ്വം വിളിച്ചില്ല. അവനാരാ എന്റെ? ഫോൺ വന്ന ഉടനെ അയച്ചു. ഗീതു വാട്സപ്പ് സ്റ്റാറ്റസ് കാണിച്ചെന്നും വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞു ഐഷു വേഗം കോൾ കട്ട് ചെയ്തു. രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. അച്ഛനാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ദശ വരാമെന്ന് പറഞ്ഞത് അവളുടെ ഉള്ള ഉറക്കവും പോയിരുന്നു. എന്റെ ദേവി, ദശേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? മനുഷ്യരാണെങ്കിൽ പേടിച്ചിട്ട് കയ്യും കാലും വിറക്കുന്നു. ഉണ്ടായ ഉറക്കവും പോയി. ഓരോന്നാലോചിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. രാത്രിയായത്. ഒരു കറുത്ത രൂപം അവളുടെ ബാൽക്കണി വഴി അകത്തേക്ക് കയറി. അവൾ കിടക്കുന്ന ബെഡിന്റെ അടുത്തേക്ക് വന്നു നിന്നു. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുതരം ഭാവത്തോടെ. രാത്രി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് അവൾ കിടക്കുന്നത്. ബനിയനും പാവാടയുമാണ് അവളുടെ വേഷം. അച്ചു ഒന്ന് തിരിഞ്ഞു കിടന്നത്. വയർഭാഗത്തു നിന്നും ബനിയൻ മുകളിലേക്ക് ഉയർന്നത്. അവന്റെ കണ്ണുകളൊന്ന് കുറുങ്ങി. പാവാട കാലിൽ നിന്നും മുട്ടുവരെ കുറിച്ച് കയറിയത്. അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അവൻ പതിയെ അവളുടെ വയറ് മുഖം പൂഴ്ത്തി ചുംബിച്ചു. അവിടെ നിന്നും ബനിയൻ പതിയെ ഉയർത്തിയത് താനെന്ന് ചെയ്ത നേവൽ റിംഗ് കണ്ടത്. അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവിടെ പതിയെ ഒന്ന് മുത്തിയതു. അച്ചു ഒന്ന് നിവർന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഫാനിന്റെ കാറ്റിൽ കൂടി കുറച്ചു മുടികൾ അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ട്. അവന്റെ കണ്ണുകൾ അവിടെ നിന്ന് ശ്വാസമെടുക്കുന്നതിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന അവളുടെ മാറിലേക്ക് വീണു. അവിടെ നിന്നും താഴേക്ക് ചലിച്ചതും പതിയെ അവൻ തന്റെ മുഖം പൊക്കിൾ ചുഴിയിൽ അമർത്തിയതും അച്ചുവിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അതവനിൽ വല്ലാത്ത ആവേശം കൂട്ടി. അവളെ നോക്കിക്കൊണ്ട് തന്നെ പതിയെ അവൻ ആ നേവൽ റിങ്ങിൽ കടിച്ചതും അച്ചു ഒന്നുകൂടി മൂളി. ബേബി ഗേൾ. തന്റെ പൊക്കിളിൽ എന്തോ വേദന എടുത്തതും അച്ചു കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണു തുറന്നതും തന്റെ ബനിയൻ പൊക്കി തല കുമ്പിട്ടുകൊണ്ട് എന്തോ ചെയ്യുന്നൊരു കറുത്ത രൂപമാണ്. അച്ചു ഞെട്ടി അലറാൻ പോയത്. അയാൾ അവളുടെ വാ പൊത്തിപ്പിടിച്ചു തന്റെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ കിടുകിടാ വിറക്കാൻ തുടങ്ങി. മുഖമൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്തിനെ? അത് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഞാൻ തന്ന ഗിഫ്റ്റ് ഇപ്പോഴും ഊരി മാറ്റിയിട്ടില്ല അല്ലേ മൈ ബേബി ഗേൾ? വിറച്ചുകൊണ്ട് അവൾ തലയാട്ടി. ഗുഡ്. ഞാനൊരു കാര്യം അറിഞ്ഞു. ബേബി ഗേളുടെ കല്യാണം സൺഡേ ആണെന്ന്. ഒരിടുത്തി പോലെയാണ് അവൾ അത് കേട്ടത്. അവൾ അറിയാതെ ഉമിനീരിറക്കിപ്പോയി. അവന്റെ അടുത്ത പ്രവൃത്തിയിൽ അവൾ അറിയാതെ അലറിക്കരഞ്ഞുപോയി. പ്ലീസ് വേണ്ട. ഐഷു നേരെ തറവാട്ടിലേക്ക് എന്നതും അമ്മായിമാർ എല്ലാവരും ഉണ്ട്. അവിടെ തന്നെ പേര് കേട്ട തറവാടാണ് പുനർത്തം. ആ വീട്ടിലേക്കാറുന്നവൻ
വിശ്വംഭരൻ, ഭാര്യ ലക്ഷ്മി. ഇവർക്ക് 3 മക്കൾ, 2 ആൺമക്കളും 1 പെണ്ണും. ഒന്നാമത്തവൻ ബാലൻ, ഭാര്യ സന്ധ്യ, മക്കൾ 2, സ്വാതിക്, ശ്രേയൻ. 2 പ്രിയൻ, ഭാര്യ സൗമ്യ, മക്കൾ 2, പൗർണിക, പ്രണവി. മൂന്നാമത്തെയാൾ മകളാണ് ഐശുവിന്റെ അമ്മ മാലതി, ഭർത്താവ് കൃഷ്ണകുമാർ, മക്കൾ 2 പേര്, ഐശ്വര്യ, അശ്വന്ത്. ഐഷു കുഞ്ഞിൽ ഒരു 15 വയസ്സിൽ തറവാട്ടിൽ വന്നതാണ്. പിന്നെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അവൾക്ക് പിന്നെ വരാൻ സാധിച്ചില്ല. അതൊക്കെ നമുക്ക് വഴി അറിയാം. തറവാട്ടിലെത്തിയതും ബാലൻ അവളെ മുത്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മുറിയിലേക്ക് കയറിയതും കഷായത്തിന്റെയും പച്ചമരുന്നിന്റെയും ഗന്ധം അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. മോള് ചെല്ലേ, അമ്മ ഇപ്പൊ നല്ല ഉറക്കമായിരിക്കും. മോൾ അടുത്തിരുന്നു. ബാലൻ. അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. കട്ടിലിൽ ഒരു രൂപം, വെള്ളമുണ്ടും നേരിയതുമാണ് വേഷം. ആകെ ക്ഷീണിച്ചിടക്കുകയാണ്. ആ കിടപ്പിൽ തന്നെ അവൾക്ക് മനസ്സിലായി. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുത്തുവിന്റെ കൈ ചേർത്ത് വെച്ചതും ആ കണ്ണുകളടച്ച് ആ കയ്യിൽ കിടന്നു. കയ്യിലെന്തോ ഭാരം അനുഭവപ്പെട്ടതും ചുളിവുകൾ വീണ മുഖം ഒന്നുകൂടി ചുളുക്കി പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിലിരിക്കുന്ന തന്റെ പേരക്കിടാവിനെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഈശ്വരി. മുത്തു അച്ഛനും മാത്രമാണ് തന്നെ അങ്ങനെ വിളിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ഐഷുമോളാണ് താൻ. എന്തോ എന്റെ മുത്തു. കണ്ണുകൾ നിറച്ച് അവൾ വിളി കേട്ടു. എവിടെയായിരുന്നു എന്റെ കുട്ടിയെ നീ? എന്നോട് വഴക്കിട്ട് പോയത് എന്തിനായിരുന്നു? കാരണം ഈ വൃദ്ധയെ വേണ്ടെന്ന് വെച്ചോ? അത്രയും പറയുമ്പോഴേക്ക് അവരുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതൊന്നുമില്ല എന്റെ ചുന്ദരിക്കുട്ടി. ഈ ചുന്ദരിക്കുട്ടി വിളിച്ചപ്പോ വിളിപ്പുറത്ത് വന്നില്ലേ ഈ ചുന്ദരിയുടെ ഈശ്വരി? ദേ ഇപ്പൊ തന്നെ തൊട്ടടുത്തില്ലേ ഞാൻ? താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഒന്ന് പോകുട്ടി, വയസ്സ് 86ലേക്കായി, അപ്പോഴാ ചുന്ദരി. അവർ കള്ളദേഷ്യത്തോടെ പറഞ്ഞു. ഓ പിന്നെ 86, അതൊക്കെ ഇനി നമ്മൾ 100 ആക്കില്ലേ? ഇപ്പോഴും നല്ല ചുള്ളത്തിയെ പോലെയല്ലേ ഇരിക്കുന്നേ. ഒന്ന് പോയേ എന്റെ ചുന്ദരി. അറിയില്ല ഇനി അങ്ങോട്ട് എത്ര കാലം ഉണ്ടെന്ന്. എനിക്കൊരാഗ്രഹമുണ്ട്. നീ സാധിച്ചു തരാമോ? പിന്നെന്താ, സാധിച്ചു തരാലോ. വാക്കുതാ. വാക്കെന്റെ മുത്തു. ഈ ഈശ്വരീത സത്യം ചെയ്യുന്നു. മുത്തുവിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. കാവിലമ്മയാണേ സത്യം സത്യം സത്യം. പോരെ, തമാശയല്ല. അതുവരെ കളിച്ചു ചിരിച്ചു നിന്നവരുടെ മുഖം ഗൗരവത്തിലായി. അത് കണ്ട് അവൾക്കതൊരു നിസ്സാര വിഷയമല്ലെന്ന് മനസ്സിലായി. സത്യം എന്റെ മുത്തു, എനിക്ക് നിന്റെ വിവാഹം കാണണം. ചെക്കനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇഷു സമ്മതിക്കണം. ഒരിടുത്തി പോലെയാണ് ഇത് അവളുടെ കാതിൽ വന്ന് പതിച്ചത്. ഈശ്വരി, ഈശ്വരി. മറുപടിയില്ലെന്ന് തോന്നിയത് മുത്തു ഒന്നും കൂടി വിളിച്ചു. മുത്തുവിന് വാക്ക് തന്നതാണ്, പറ്റില്ലെന്ന് പറയരുത് കേട്ടോ. ഒന്ന് മൂളിക്കൊണ്ട് അതിനവൾ സമ്മതം മൂളി. എന്റെ കുട്ടി പോയി റെസ്റ്റ് എടുക്ക്. ചെക്കനെ നാളെ മുത്ത് കാണിച്ചു തരാട്ടോ. അവളുടെ നെറുകിയിലൊന്ന് മുത്തിക്കൊണ്ട് അവർ പറഞ്ഞു വിട്ടു. ഞാനൊരു കാര്യം പറഞ്ഞു മൈ ബേബി ഗേൾ. നിന്റെ കല്യാണം സൺഡേ ആണെന്നു. ഒരിടുത്തി പോലെയാണ് അവൾ അത് കേട്ടത്. അവൾ അറിയാതെ ഉമിനീരിറക്കിപ്പോയി. അവന്റെ അടുത്ത പ്രവൃത്തി അവൾ അലറിക്കറിഞ്ഞുപോയി. പ്ലീസ് വേണ്ട. മാറിൽ അനുഭവപ്പെട്ട വേദനയിൽ അവൾ അലറിക്കറിഞ്ഞുകൊണ്ട് അച്ചുബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൾ വല്ലാതെ പേടിച്ച് വിറച്ചിരിക്കുന്നു. ബെഡിൽ തലയും കുമ്പിട്ട് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. പതിയെ കണ്ണുകൾ തുറന്നു അവൾ ചുറ്റും നോക്കി. അവിടെയൊന്നും അവൾ ആരെയും കാണാതെ വന്നതും നേരത്തെ കണ്ടത് സ്വപ്നമാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ തന്റെ വയറിലും മാറിലും അനുഭവപ്പെട്ട വേദന അതിപ്പോഴും ഉള്ളതുപോലെ തോന്നുന്നു. അത്രയും വേദനയോടെയാണ് അയാൾ തന്നെ സ്പർശിച്ചത്. അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും അയാൾ തന്റെ കൺമുമ്പിൽ വന്നിട്ടില്ല. പിന്നെ ഇപ്പോ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ദേവി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയാൾ വീണ്ടും നേരിൽ കണ്ടാൽ പിന്നെ തന്നെ എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല. തന്നിലയാൾ. അന്നാനെ അവൾ റിങ്ങിട്ട രംഗം ഓർമ്മ വന്നതും അച്ചുകിടുകിട വിറച്ചുപോയി. അവൾ ക്ലോക്കിലേക്ക് സമയം നോക്കി. 2 മണിയെന്ന് കണ്ടതും ഇന്നലെ ദശേട്ടൻ വന്നില്ലേ എന്ന് പറഞ്ഞു മുഴുവനാക്കും മുന്നേ ഡോറിൽ മുട്ടുകേട്ടു. ഈ സമയത്ത് ഇതാരാ? അച്ചു പതിയെ തന്റെ അഴിഞ്ഞു വീണ മുടിയെടുത്ത് ചുറ്റിക്കെട്ടിക്കൊണ്ട് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അച്ചുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. തുടരും.